ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ തുടങ്ങിയ ഏരിയയാണ്. ഞാൻ പ്രസന്റേഷനിലോട്ട് കിടക്കാം. എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സർ. എയർ പൊല്യൂഷൻ സ്ലൈഡ് ഇല്ല, ഇപ്പോൾ പ്രസന്റേഷൻ എന്നുള്ളതാണ് നടക്കുന്നത്. യു ആർ പ്രസന്റിംഗ് ടു എവരിവൺ. എയർ പൊല്യൂഷൻ എന്നുള്ള സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണത്തില്ല. ഇപ്പോഴോ? ഇപ്പൊ കാണാം. എയർ പൊല്യൂഷൻ കാണാമല്ലോ അല്ലേ? കാണാം. Okay, thank you. Okay. So let us start. Air pollution. So we know our atmosphere, that is a complex, dynamic, natural gaseous system that is essential to support the life on our planet Earth. See, our atmosphere which consists of different layers. നമ്മൾ ജീവിക്കുന്ന തൊട്ട് മുകളിലുള്ള 8 to 12 kilometers എന്ന് പറയുന്നത് നമ്മുടെ എയർ കോളം, അതായത് ട്രോപ്പോസ്ഫിയർ എന്നാണ് പറയുക. അതിന് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ പല സ്ഫിയേഴ്സ് ആയിട്ടാണ് നമ്മുടെ എർത്തിന്റെ എയർ കോളംസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ 8 to 12 kilometersനകത്താണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എയറും ഒക്കെ ഉള്ള പോർഷനാണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ എയറിന്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിയർലി 78% ഓഫ് നൈട്രജൻ, nearly 21% of oxygen, carbon dioxide, argon, krypton, xenon, then the water vapor. There are different gases. Then here there is change in the normal composition of the air. That is simply called air pollution. Air pollution is the introduction of chemicals, particulate matter or biological materials that cause harm or discomfort to humans or other living organisms or damage the natural environment. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യന് പ്രോബ്ലംസ് ഉണ്ടാക്കുക, ലിവിങ് ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഡിഫറെന്റ് കെമിക്കൽസ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ. അത് പല കാരണങ്ങളും ഉണ്ടാവാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നോർമൽ കോമ്പോസിഷൻ, അറ്റ്മോസ്ഫിയറിന്റെ നോർമൽ കോമ്പോസിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിയർലി 78.09% ഓഫ് നൈട്രജൻ, 20.94% ഓഫ് ഓക്സിജൻ, 0.93% of argon, 0.03% of carbon dioxide, then the remaining gases, neon, helium, methane, krypton, hydrogen, water vapor, carbon monoxide, ozone, etc., which are in trace quantities. This is a normal composition of the atmosphere. But air pollution means there is something, that is either there is carbon dioxide concentration, or the increase in the concentration of methane, or any such gases which may increase above this particular composition, that is simply called the pollution. Then we know there are different sources of air pollution, jet engines, then the smoking, then the countries with the highest carbon dioxide emission is definitely China. It contributes nearly 21.5% of the global carbon dioxide emission. United States 20.2%, Russia 5.5%, India 5.3%, Japan 4.6%, Germany 2.8%. This is about the percentage of carbon dioxide emission in different countries. There is a drastic increase in carbon dioxide concentration from 1850 to 2000. See, this is a graphical representation of carbon dioxide concentration in parts per million. 1850 to 2000, see, there is a drastic change from 250 parts per million to 360 parts per million. This is highly correlated with the
global atmospheric temperature that results the global warming as well as the climate change. നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രോബ്ലംസിന്റെ ഒക്കെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷന്റെ ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ്. Then the most polluted world cities by particulate matter. PM means particulate matter. അതായത് നമ്മുടെ എയറിലുള്ള ഡസ്റ്റ്, പൊടി, അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത് കെയ്റോ, ഈജിപ്റ്റ്, നമ്മുടെ ഡൽഹി തൊട്ടടുത്ത് നിൽപ്പുണ്ട്, കൽക്കട്ട, അതുപോലെ തന്നെ ചൈനയിലെ പല പട്ടണങ്ങൾ, പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് എല്ലാം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ ഓക്സൈഡ്സ്, ഈ CFC ഇങ്ങനെയുള്ള നോക്സിയസ് ഗ്യാസസ്, ഈ ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ നോർമലിനേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ പൊല്യൂഷൻ എന്ന ലെവലിലേക്ക് പറയുന്നത്. Actually, these gases are naturally present except the CFC. The remaining gases are present naturally in our atmosphere. But their concentration, if the concentration increases above this normal level, that is the pollution. See, these gases, that is the carbon dioxide, methane, nitrogen oxides, then CFC, all these gases are very harmful gases. This cause greenhouse effect, global warming, ozone depletion, etc. And these gases are released mainly by human activities such as industrial activities and then a burning of fossil fuels, etc. The air pollution, that is refers to the release of pollutants into the air that are detrimental to human health and the planet as a whole. മനുഷ്യന് മാത്രമല്ല, ഈ പ്ലാനറ്റിലുള്ള സകല ജീവജാലങ്ങളെയും എന്ത് അഫക്ട് ചെയ്യാം? ഈ എയർ പൊല്യൂട്ടൻസ് അഫക്ട് ചെയ്യാം. These are the different air pollutants. VOC means volatile organic carbon. Volatile organic carbon. PM means particulate matter. O2 നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നമ്മുടെ ഓക്സിജൻ ആണ് അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ആണ്. ഇവിടെ O3 മീൻസ് ഓസോൺ ആണ്. ഈ ഓസോണിനെ കുറിച്ച് നിങ്ങൾ വളരെയധികം കേട്ടിട്ടുണ്ട്. നമ്മുടെ ഓസോൺ ഹോളിനെ കുറിച്ചും സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയർ, ഓസോൺ അംബർല, കഴിഞ്ഞ ഈ സെപ്റ്റംബർ 16 നമ്മുടെ ഓസോൺ ഡേ ആയിരുന്നു. അപ്പോൾ ഓസോണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മനോരമയിലെ പഠിപ്പുരയിലെ ഓസോണിനെ കുറിച്ചൊരു ന്യൂസ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരെടുത്ത് വായിച്ചു നോക്കണം. നമ്മുടെ ഓസോൺ ലെയറിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ ഏതാണ്ട് 2 to 3 millimeter മാത്രം കനത്തിൽ കാണപ്പെടുന്ന ഒരു തിൻ ലെയർ ഓഫ് ഗ്യാസ് ആണ് ഓസോൺ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഓസോൺ ലെയർ ആണ് നമ്മുടെ സണിൽ നിന്ന് വരുന്ന ഹാംഫുൾ, അതായത് ഹൈ എനർജി UV റേഡിയേഷൻസിൽ നിന്നും ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ ഓസോൺ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെട്ടാൽ അതൊരു പൊള്യൂട്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓസോൺ സാധാരണ നമുക്ക് ഓസോൺ ലെയർ കാണപ്പെടുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. പക്ഷെ ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന ലെയറിൽ പിന്നെ ഓക്സിജൻ ഓസോൺ കാണപ്പെട്ടാൽ അത് പൊള്യൂട്ടന്റ് ഗ്യാസ് ആണ്. അതിന്റെ ഇഫക്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പുറകാലെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാൾ കമ്പൈൻ ചെയ്യാൻ അഫിനിറ്റി കൂടുതൽ കാർബൺ മോണോക്സൈഡുമായിട്ടാണ്. സോ ഇറ്റ് മേ ഫോം സം സ്റ്റേബിൾ കോമ്പൗണ്ട്സ് സച്ച് ആസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ആറ്റ് റിസൾട്ട്സ് ദ oxygen carrying capacity of hemoglobin, and that may be fatal. Then oxides of nitrogen, that is also a pollutant gas, and then the sulfur dioxide. These oxides of nitrogen and oxides of sulfur, actually it is the major reason of acid rain. Okay, so these are the major air pollutants. Once again, VOC means organic carbon, PM means particulate matter, O3 means ozone, CO means carbon monoxide, oxides, nitrogen dioxide, sulfur dioxide. These are the acid rain causing gases. And all these gases which are produced mainly by human activities, anthropogenic activities. Then coming to the classification of air pollutants, we can classify the air pollutants into different categories. Mainly, the air pollutants are classified based on the source into two different types, that is the primary and the secondary pollutants. The first one is the primary pollutant. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ദ പൊല്യൂട്ടൻസ് വിച്ച് ആർ എമിറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ്,
oxides of nitrogen, carbon monoxide, particulate matter, ഇതെല്ലാം primary pollutants കാറ്റഗറിയിലാണ് വരുന്നത്. And the secondary pollutant എന്ന് പറയുന്നതാണ് ഈ primary pollutants അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് മറ്റ് കോമ്പൗണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതാണ് secondary pollutants എന്ന് പറയുന്നത്. So based on the source, we can classify the air pollutants into primary and secondary. The primary pollutants which have direct emission to the atmosphere, while the secondary pollutants in which they are formed by the reaction with the atmospheric pollutants. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ primary pollutants അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന primary pollutants പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഓസോൺ പോലെയുള്ള ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ പോലെയുള്ള പല കോമ്പൗണ്ട്സ് അതിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then the air pollutants are again classified based on the mode of their release. The mode of release, we can classify the air pollutants into indoor pollutants and outdoor pollutants. The indoor pollutants, അത് ഞാൻ ഇന്നലെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഡോർ പൊല്യൂട്ടൻസ് നമ്മുടെ വീടിനകത്ത് റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് അല്ലെ. കുക്കിങ്ങിന്റെ ഫലമായിട്ട്, സ്മോക്കിങ്ങിന്റെ ഫലമായിട്ട്, അതുപോലെ എയർ കണ്ടീഷനിങ്ങിന്റെ ഫലമായിട്ട്, എയർ കണ്ടീഷനിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്നത്, റെഫ്രിജറേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വരുന്നതൊക്കെയാണ് ഇൻഡോർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കാർബൺസ്, ഇതൊക്കെയാണ് ഇൻഡോർ പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തത് ഔട്ട്ഡോർ പൊല്യൂട്ടൻസ് ആണ് നമ്മുടെ പുറത്ത് റിലീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ളത് എൻവയോൺമെന്റൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്, ട്രാൻസ്പോർട്ടേഷൻ, വെഹിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ, കമ്പസ്റ്റൻ, ഇതിന്റെയൊക്കെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന ഔട്ട്ഡോർ പൊല്യൂട്ടൻസ്, particulate matter, carbon monoxide, oxides of nitrogen, volatile organic carbon, these are also the outdoor pollutants. Then based on the chemical composition and size, we can classify the air pollutants into two different types. That is particulate matter and gaseous pollutants. ഞാൻ നേരത്തെ ഇതുപോലെ പല പ്രാവശ്യം നിങ്ങളോട് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കുറിച്ച് പറഞ്ഞു. PM എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് അല്ലെ. സോളിഡ് ഓർ ലിക്വിഡ് എയറോസോൾസ് ആണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ സ്പ്രേ അടിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ ഡിയോഡറൻസ് ആൻഡ് സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ സ്പ്രേ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ പാർട്ടിക്കിൾസ്, വളരെ ഫൈൻ പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. ദീസ് ആർ ദ എയർ പൊല്യൂട്ടൻസ് ഓർ പാർട്ടിക്കുലേറ്റ് മാറ്റർ. ദെൻ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, നമുക്കറിയാം നല്ല കാറ്റുള്ള സമയത്ത് ഡസ്റ്റ് അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിപടലങ്ങൾ പോകുന്നതാണ് അല്ലെ, ചെറുതും വലുതുമായ പൊടിപടലങ്ങൾ പോകുന്നതാണ്. ദാറ്റ് ഇസ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. Based on the size, there are different types, PM.1, PM2.5, PM10 എന്നിങ്ങനെ പല സൈസിന്റെ ബേസിലാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. So these are the particulate matter that may be the solid or liquid aerosols. Then the second one is the gaseous. Based on the chemical composition and size, we can classify the air pollutants into particulate matter and gaseous pollutants. The gaseous pollutants may be the different air pollutants such as sulfur dioxides, oxides of sulfur, then the ozone, oxides of nitrogen, carbon monoxide, volatile organic carbon. All these are gaseous pollutants. But the particulate matter, which consists of liquid as well as solid, while the gaseous pollutants are the gases, the chemical gases or the gases which are released by the different chemical activities. So the classification of air pollutants based on the source, mode of release and the chemical composition and size. So we can classify the air pollutants based on the source into primary and secondary pollutants, based on the mode of release as indoor and outdoor, and based on the chemical composition and size as particulate matter and gaseous pollutants. Okay, then coming to the source of air pollutants. Air pollutants are released mainly by natural sources as well as the anthropogenic sources. What is natural sources? By different natural activities. And the anthropogenic means man-made activities or human activities. Then different natural sources are the volcanic eruptions, dust storms, photochemical smokes, sea sprays, marshy lands. All these are familiar with us. These are the different natural sources of air pollution. The volcanic eruptions, which are released as water vapor, carbon dioxide, sulfur dioxide, hydrogen sulfide, hydrogen halides. These are released by the volcanic eruption. The forest fire, which releases carbon dioxide, carbon monoxide, nitrogen dioxide, methane, ozone, photochemically reactive compounds, particulate matter, etc. The sea sprays, which release sea salt aerosol. Sea sprays ഒന്നുമില്ല, ഈ പേരൊക്കെ വലിയ സംഭവമൊന്നുമല്ല. നമ്മളെ തിരയടിക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, നമ്മൾ കടലിന്റെ തീരത്ത് കുറച്ചു നേരം പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തൊക്കെ ഉപ്പിന്റെ ചെറിയ പാർട്ടിക്കിൾസ് ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് അല്ലെ. എന്താ കാര്യം? ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഫൈൻ ഡ്രോപ്ലെറ്റ്സോ സീ വാട്ടർ വരുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നത് തന്നെയാണ് അല്ലെ. സീ സ്പ്രേസ്, സീ സോൾട്ട് എയറോസോൾസ്, ഡൈമീഥൈൽ സൾഫൈഡ്, then the marshy lands are releasing methane,
carbon dioxide, hydrogen, H2S, hydrogen sulfide, then the radioactive emissions, uranium-238, thorium-232, potassium-40, all these are the different air pollutants which are released into the atmosphere by natural sources. Okay. Then these are the composition and the percentage of its composition. Carbon monoxide is the major composition, nearly 48%. Then sulfur dioxide 16%. Then the volatile organic compounds 15%. Nitrogen oxides 16%. This is the average percentage of pollutants released into the atmosphere. The sources of air pollutants, the particulate matter which is released by agricultural activities, road construction, the lead which is released by transportation, then the nitrogen oxides of nitrogen which is released transportation, industry, carbon monoxide which is released also by transportation, then the different solvents, waste disposal, etc. The volatile organic carbon which is also released by transportation from solvents, waste disposal, etc. Oxides of sulfur which are released by electric utilities, industry, etc. Then coming to the air pollutant carbon monoxide. As I said earlier, the carbon monoxide, that is a colorless, odorless, toxic gas. Carbon monoxide is a colorless, odorless, toxic gas. Toxic. Then it has a greater affinity for hemoglobin. In our blood, oxygen carries on red colored pigment on hemoglobin. This hemoglobin normally, naturally, oxygen combined with oxyhemoglobin is an unstable compound formed. This is our body cells oxygen contains hemoglobin. This hemoglobin has a greater affinity to combine with the carbon monoxide than oxygen. Then that results some stable compounds such as carboxyhemoglobin. Oxyhemoglobin pagaram ഇത് എന്ത് ഫോം ചെയ്യും? കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താ ഉള്ള പ്രശ്നം? നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ ടിഷ്യൂസിന് ആവശ്യത്തെ ഓക്സിജൻ കിട്ടാതെ വരുന്നു, അവസാനം ഡെത്ത് വരെ സംഭവിക്കാം. ഇനി ഇതിന്റെ മേജർ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. നെക്സ്റ്റ് ഈസ് ദ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് എൻജിൻസ് എമിഷൻ, ബ്ലാസ്റ്റ് ഫർണസസ്, then the mines, tobacco smoking, these are release carbon monoxide. Then coming to the effects of carbon monoxide, see, according to this graph, nearly 50 ppm, ppm means parts per million എന്നാണ്. ഏതാണ്ട് 50 parts per million വരെ പെർമിസിബിൾ എക്സ്പോഷർ ആണ്. ഏതാണ്ട് മാക്സിമം 8 hours വരെ 50 ppm-നകത്ത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ അതൊരു 200 ആകുമ്പോഴത്തേക്ക് നോക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം റിസ്ക് ഓഫ് മൈൽഡ് ഹെഡേക്ക് വിത്തിൻ 2 to 3 hours. നമ്മൾ സാധാരണയായിട്ട് ഈ ട്രാഫിക് സിഗ്നൽസിലൊക്കെ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കും, പലപ്പോഴും വളരെ പെട്ടെന്ന് ഒരു റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ഗ്യാസസ് എക്സ്പോസ്ഡ് ആണ്. അപ്പോഴത്തേക്കും അവരുടെ ആ ഒരു മനോനില തന്നെ തെറ്റിയിരിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. സോ എനിവേ ഏതാണ്ട് 200 വരെയാണെങ്കിൽ മൈൽഡ് ഹെഡേക്ക് കൊണ്ട് കാര്യം നിൽക്കും. അതായത് 400-ലേക്ക് എത്തുമ്പോഴത്തേക്കോ ഫ്രോണ്ടൽ ഹെഡേക്ക്, ഭയങ്കരമായ തലവേദന ഉണ്ടാവാം, ന്യൂസിയ ഉണ്ടാവാം, അതുപോലെ തന്നെ ഒക്യുപേഷണൽ മൈഗ്രെയിൻ ഉണ്ടാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാം. ഇനി അത് 400 to 800 ppm-ലേക്ക് എത്തുമ്പോഴത്തേക്കോ ഹെഡേക്ക്, ഡൈസനസ്, ന്യൂസിയ വിത്തിൻ 45 minutes and then collapse and possible death within 2 hours. കണ്ടിന്യൂസ് ആയിട്ട് 800 ppm കാർബൺ മോണോക്സൈഡിന് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മൾ തളർച്ച ഉണ്ടാവാം, അതായത് നമുക്ക് ക്ഷീണം ഉണ്ടാവാം, ബോധക്ഷയം സംഭവിക്കാം, നമ്മൾ ബോധം കെട്ട് വീഴാം, അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാം. അപ്പൊ ഇനി മുകളിലോട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. 1600 ppm എത്തുമ്പോഴത്തേക്കും 1 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാം. 3200 ആണെങ്കിൽ വിതിൻ 30 minutes ഡെത്ത് വിതിൻ 30 minutes, 30 മിനിറ്റ് മരണം സംഭവിക്കാം. അതുപോലെ തന്നെ 5 to 10 minutes-നകം അൺകോൺഷ്യസ് ആയിട്ട് മാറാം. 6400 ppm എത്തുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാന്ന് നോക്കി, ലോസ് ഓഫ് അൺകോൺഷ്യസ് ആൻഡ് റിസ്ക് ഓഫ് ഡെത്ത് വിത്തിൻ 10 to 15 minutes. 12,800 ppm എത്തുമ്പോഴത്തേക്കും the death will happen within 1 or 3 minutes. 1 or 3 മിനിറ്റിനകം തന്നെ മരണം വരെ സംഭവിക്കാം. അത്രയും ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോഴും ആൾക്കാർ നമ്മുടെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്
AC ഓൺ ചെയ്ത് കാറിനകത്തിരുന്ന് ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ പെട്രോൾ തീർന്നു പോകുമ്പോഴത്തേക്കും ഈ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ അറിയോ? കാർബൺ മോണോക്സൈഡ് അകത്തേക്ക് വരാം. കാർബൺ മോണോക്സൈഡ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ഈ ഗ്യാസ് ഉറക്കത്തിലായതുകൊണ്ട് നമ്മൾ അറിയത്തില്ല, അറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് നമ്മൾ കാറിനകത്ത് വെച്ച് തന്നെ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും കാർ ലോക്ക്ഡ് ആയിട്ടുള്ള കാറാണ്, അകത്ത് ആള് മരിച്ചു കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു കാരണം ഇതാണ്, വണ്ടി ഓണായിരുന്നു, അതിനകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് AC വർക്കിംഗ് ആയിരുന്നു. അപ്പൊ കാർബൺ മോണോക്സൈഡ് പെട്രോൾ തീരുന്നതനുസരിച്ച് ACയുടെ ഫംഗ്ഷനിങ് പിന്നെ ഡിസ്റ്റർബ് ചെയ്യാം. അതിന്റെ ഫലമായിട്ട് കാർബൺ മോണോക്സൈഡ് അകത്തേക്ക് പമ്പ് ചെയ്യപ്പെടാം. അതിന്റെ ഫലമായിട്ടാണ് ആൾക്ക് ഡെത്ത് സംഭവിക്കുന്നത്. സോ എനിവേ ദിസ് പൊല്യൂട്ടൻ ഈസ് എ നോക്സിയസ് ഗ്യാസ് ആൻഡ് ദാറ്റ് ഈസ് ഫേറ്റൽ ടു ഹ്യൂമൻ ബീയിങ്സ്. നെക്സ്റ്റ് ഈസ് ദ കാർബൺ. കമ്മിങ് ടു ദ കാർബൺ ഇഫക്ട്സ് ഓഫ് കാർബൺ മോണോക്സൈഡ്. അതിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ് എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയെ റെഡ്യൂസ് ചെയ്യും. ദെൻ കാർബൺ ഡയോക്സൈഡ്. കമ്മിങ് ടു സെക്കൻഡ് ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ്. ദ നാച്ചുറൽ സോഴ്സസ് നമുക്കറിയാവുന്നതാണ്. ഓഷൻ അറ്റ്മോസ്ഫിയറിക് എക്സ്ചേഞ്ച്, പ്ലാന്റ് ആൻഡ് അനിമൽ റെസ്പിറേഷൻ, സോയിൽ റെസ്പിറേഷൻ. നമുക്കറിയാം നമ്മുടെ റെസ്പിറേഷന്റെ ഫലമായിട്ട് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾക്കാനിക് ഇറപ്ഷൻസിന്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാൻമെയ്ഡ് സോഴ്സസ് നമുക്കറിയാം. ഫോസിൽ ഫ്യൂവൽസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, then the land use changes, industrial processes, deforestation. There are so many causes to releases the carbon dioxide. Then coming to the effects of carbon dioxide, and 300 ഇതിന്റെ താഴെയാണെങ്കിൽ, ഇതിന്റെ പെർസെന്റേജ് ppm ലെവൽ താഴെയാണെങ്കിൽ നോർമൽ എയർ കോൺസെൻട്രേഷൻ ആണ്. 0.03% ആണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഹാംഫുൾ ആണെന്ന് പറയുന്നെങ്കിലും ഒരു കാര്യം ഓർത്തോളുക, ഇപ്പോഴത്തെ കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ ഇതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായതുകൊണ്ട് ഉള്ള പ്രത്യേകത വെച്ചാൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് വാമപ്പ് ചെയ്ത് നിർത്തുന്ന സാധനമാണിത്. പക്ഷെ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ തണുപ്പ് കൂടുതലായിട്ടുണ്ടാവാം, കൂടിക്കഴിഞ്ഞാൽ ചൂടും കൂടുതലായിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്ത് വേണം? ഒരു നോർമൽ കോൺസെൻട്രേഷനിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇനി അതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് നോക്കി 3000 to 5000 ആകുമ്പോഴത്തെ ലോ കോൺസെൻട്രേഷൻ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ ദ ബ്രീത്തിങ് ഫ്രീക്വൻസി ആൻഡ് ഹെഡേക്സ്. ദെൻ ദ 0.5% എത്തുമ്പോഴത്തേക്കും ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. 1% എത്തുമ്പോഴത്തേക്കും പോസിബിൾ സിംറ്റംസ് ഫീലിംഗ് ഹോട്ട് ആൻഡ് ക്ലാമി, പുവർ അറ്റൻഷൻ ടു ടയർഡ്നെസ്, ലോ എനർജി, വീക്ക്നെസ്, അങ്ങനെ ശരീരത്തിൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. 2% എത്തുമ്പോഴത്തേക്കും ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യുന്നു, ഹെഡേക്ക് ഉണ്ടാവുന്നു. 5 to 10% എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാവാം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, തലവേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ആൻഡ് ഇറ്റ് ഹാർംഫുള്ളി അഫക്ട് അവർ ഹെൽത്ത്. Then the main symptoms of carbon dioxide toxicity, it affect our central nervous system, brain, then our respiratory system, skin, heart, അങ്ങനെയുള്ള പല ഓർഗൻസിനെ അഫക്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് നോർമലി ഓക്സിജൻ ആണ് നമ്മുടെ ബോഡി ഫംഗ്ഷന് ആവശ്യമായിട്ടുള്ളത്. ഓക്സിജന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ബോഡി ഫംഗ്ഷനിങ് നടക്കാതെ വരും. Then coming to the oxides of nitrogen, the natural sources of nitrogen oxides are ഇലക്ട്രിക് ആക്ടിവിറ്റി. നമുക്കറിയാം ഇടിമിന്നൽ ഉണ്ടാവുന്നു, നമ്മുടെ ലൈറ്റനിങ്, അതിന്റെ ഫലമായിട്ട് oxides of nitrogen. Then the organic nitrogen content in the soil is decomposed by microorganisms. Decomposition ഫലമായിട്ടുണ്ടാവാം. Bottom of the rivers, anaerobic conditions, microbial activities. പല മൈക്രോബിയൽ ആക്ടിവിറ്റീസ്. അനേറോബിക് കണ്ടീഷൻ മീൻസ് ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അനേറോബിക് ബാക്ടീരിയ എന്ന് പറയും. ആ ഓർഗാനിസംസിന്റെ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടും ഈ പറഞ്ഞ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഫോം ചെയ്യാം. ഇനി അതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40% ബൈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ ഫ്യൂവൽസിന്റെ കമ്പസ്റ്റന്റെ ഫലമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി യൂസ് ഓഫ് ഇൻഡസ്ട്രീസ്, അതുപോലെ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡ്, ദെൻ ദ നോൺ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ദ ഇൻഡസ്ട്രിയൽ പ്രോസസ്, എനർജി പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ, ഇങ്ങനെ പല പ്രോസസ്സിലൂടെയാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ റിലീസ് ചെയ്യുന്നത്. ഇനി അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സിലോട്ട് പോയി കഴിഞ്ഞാൽ ദ ഗ്രൗണ്ട് ലെവൽ ഓസോണിന്റെ ഫോർമേഷൻ അത് ആക്സലറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ഇഫക്റ്റ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ഓസോൺ നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണേണ്ടത്, എന്നാൽ ട്രോപ്പോസ്ഫിയറിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നോക്സിയസ് ഗ്യാസ് ആണ്. അത് നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. ആസിഡ് റെയിൻ,
Nitrogen, oxides of nitrogen, ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് that may combine with water vapor and form nitric acid. Nitric acid ഫോം ചെയ്ത് എന്താ പറ്റുന്നത്, ആസിഡ് മഴയോടൊപ്പം താഴേക്ക് വരികയും ഇറ്റ് ഡാമേജസ് ദ ഫോറസ്റ്റ്, ബിൽഡിങ്സ്, വാട്ടർ സോഴ്സസിനെയൊക്കെ ഡാമേജ് ചെയ്യാം, അസിഡിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ പല മാർബിൾ സ്കൾച്ചേഴ്സിനൊക്കെ ഡാമേജ് സംഭവിക്കാം, ഒത്തിരി പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ കുറെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. വിസിബിലിറ്റി, nitrates and carbon oxides of nitrogen block light reduces the visibility. നമ്മൾ photochemical സ്മോഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് അത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനേക്കാൾ 300 ടൈംസ് കൂടുതലാണ് ഏതുണ്ടാക്കുന്നത്, നമ്മുടെ oxides of nitrogen ഉണ്ടാക്കുന്നത്. Then the particulate matter react to form the acid vapors and particles, then they penetrate lungs, emphysema, bronchitis, respiratory diseases, etc. are the major impacts of these oxides of nitrogen. Then symptoms of exposure ആണ് acute toxicity and chronic toxicity, fibrosis, secondary ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. Then the damages to elastic and collagen fibers, നമ്മുടെ മസിൽസിനെ അഫക്ട് ചെയ്യാം, ബ്രീത്തിങ്ങിന് പ്രോബ്ലംസ് ഉണ്ടാക്കാം, ടോക്സിക്കോഡീമ, എംഫൈസിമ തുടങ്ങിയ കണ്ടീഷൻസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്സൈഡ്സ് ഓഫ് സൾഫർ, then the major source is the public electricity and heat production, industrial processes, residential heating, petroleum refining, then the oil and the natural gases, transportation, commercial, institutional heating, and other sources. These are the major sources of sulfur, oxides of sulfur. That also affects 0.3 to 1 ppm where the sulfur dioxide is basically detected by the taste. ഒരു വല്ലാത്ത സ്മെൽ ആയിരിക്കും ഇതിനുണ്ടാകുന്നത്. 2 ആകുമ്പോഴത്തേക്കും പെർമിസിബിൾ എക്സ്പോഷർ ലിമിറ്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. 3 ആകുമ്പോഴത്തേക്കും ഓൾറെഡി ഈസിലി ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവും. സൾഫർ ഡയോക്സൈഡിന്റെ സ്മെൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. നോസ് ആൻഡ് ത്രോട്ട് ഇറിറ്റേഷൻസ് 6 to 12 ആകുമ്പോഴത്തേക്കും, 20 എത്തുമ്പോഴത്തേക്കും ഐ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. 100 ആകുമ്പോഴത്തേക്കും മാക്സിമം എക്സ്പോഷർ ഫോർ 30 മിനിറ്റ്സ് വരെ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും മരണം തന്നെ സംഭവിക്കാം. അതിന്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഫേറ്റൽ. Then the oxides of nitrogen, groups containing NO, NO2, N2O. These are the different oxides of nitrogen. The fuel combustion in automobiles and industries, lightning, forest fires, natural ionized radiations. Effects reduces the blood carrying capacity, oxygen carrying capacity of blood എന്നാണ്, causing lung problems. Then coming to the hydrocarbons. Hydrocarbons are the organic compounds that contain only carbon and hydrogen. Natural sources of hydrocarbons are petroleum, coal, natural gas, rubber trees, etc. Hydrocarbons. Effects on health. Aromatic hydrocarbons may lead to cancer, different types of cancers. Then the inhalation of hydrocarbons causes irritation to the respiratory tract. Methane create narcotic effects on human beings. So most of the hydrocarbons are carcinogenic to lungs. നമ്മൾ ഇൻഹേൽ ചെയ്യപ്പെട്ടാൽ നമ്മുടെ ലങ്സിൽ എത്തപ്പെട്ടാൽ അത് ലങ് ക്യാൻസർ, ബ്രോങ്കോജനിക് കാർസിനോമ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Then the sources of particulate matter, the natural sources and anthropogenic sources. The natural sources are which originate from the volcanoes, dust storms, forest and grassland fires, living vegetations and sea space. Anthropogenic are the man-made activities, originates from the burning of fossil fuels, then the incinerating of waste and smelting metals. Then these are also the different sources in percentage-wise analysis. Traffic, building heating, private consumption, etc. The health effects of particulate matter is very important. The particulate matter poses a serious health risk because it can travel into the respiratory tract. PM 2.5 വളരെ ചെറിയ സൈസ് ആണ്. Particulate matter 2.5 is especially dangerous because it can penetrate deep into the lungs and sometimes even into the blood stream. നമ്മുടെ ചെറിയ മൈന്യൂട്ട് കാപ്പിലറീസിൽ കൂടെ തന്നെ പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2.5 മാത്രമാണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. Health effects decrease the lung functions, chronic bronchitis, increase in the respiratory symptoms, cardiac arrhythmias, that is the irregular heartbeat, the heart attack, premature death, etc. are the major health effects. The groups which are sensitive to 2.5, PM 2.5 are people with heart or lung disease. നമുക്കറിയാം ആരോഗ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും
കുറെ കാലത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുകയില്ല. എപ്പോഴും വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ ആയിരിക്കും എന്ത് അഫക്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ പൊല്യൂട്ടൻസ് മെയിൻ ആയിട്ടും അഫക്ട് ചെയ്യുന്നത്. സോ പീപ്പിൾ വിത്ത് ഹാർട്ട് ഓർ ലങ് ഡിസീസസ്, older adults, children, pregnant women, these are the most vulnerable group of this particular pollution. Coming to the effects, human effects, example diseases, the environmental effects are acid rain, eutrophication, hail, then the wildlife, the ozone depletion, crop and forest damage, global climate change. These are the major effects. The health effects of air pollution are headache and anxiety, the impacts of central nervous system, കാർഡിയോ പോളൂട്ടൻസ് പ്ലാന്റ്സിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ ലീഫ് ഫോള്, അതുപോലെ തന്നെ ക്രോപ്പിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാം, വിൽറ്റിംഗ് സംഭവിക്കാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്ലാന്റ്സിനെ എയർ പൊളൂട്ടൻസ് അഫക്ട് ചെയ്യുന്നത്. ഇനിയും അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ദ ഈൽഡ് ഓഫ് അഗ്രികൾച്ചർ ഈൽഡ് കുറയാം, സപ്രസ് ദ ഗ്രോത്ത് ഓഫ് വെജിറ്റബിൾസ്, ലീഫ് ഇഞ്ചുറി ആൻഡ് ഡാമേജ് ടു ദ യങ് പ്ലാന്റ്സ്, ഡിക്രീസ്ഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് ഡിക്രീസ്ഡ് ഡെത്ത് റേറ്റ്. പ്ലാന്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. ഇനി എയർ പൊളൂട്ടൻസ് എങ്ങനെ അനിമൽസിനെ അഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പറഞ്ഞതുപോലെ സൾഫർ ഡൈ ഓക്സൈഡും ഓക്സൈഡ്സോ നൈട്രജനും ഒക്കെ വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും പോലുള്ള ആസിഡ്സ് ആയിട്ടാണ് മാറുന്നത്. ഈ ആസിഡ്സ് അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ റെയിനി ടൈം ആകുമ്പോഴത്തേക്കും മഴയോടൊപ്പം നേരെ എങ്ങോട്ടാണ് വരുന്നത്, നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക്, നമ്മുടെ പോൺസിൽ, റിവേഴ്സിൽ, അതുപോലെ തന്നെ ലേക്സിൽ, ഇങ്ങനെയുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലോട്ട് വരും. അത് ഫിഷസിന്റെ, അതായത് വാട്ടറിന്റെ പി എച്ചിനെ ചേഞ്ച് ചെയ്യും, അസിഡിക് ആയിട്ട് മാറും. വാട്ടർ പി എച്ച് അസിഡിക് ആയിട്ട് മാറും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, അക്വാട്ടിക് ആയിട്ടുള്ള ഫിഷസിന് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എയർ ക്വാളിറ്റി ഫോഴ്സ് സർട്ടൻ ഇൻസെക്ട്സ് ടു റീലൊക്കേറ്റ് അഫക്ടിങ് അതർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതായത് നമുക്കറിയാം, നമ്മൾ എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പല ബട്ടർഫ്ലൈസ്, ഹണിബീസ്, സ്മോൾ ഇൻസെക്ട്സ്, ഇങ്ങനെയുള്ള പല അനിമൽസിനെയും സ്മോൾ ബേർഡ്സിനെയും ഒക്കെ അഫക്ട് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ പല പ്ലാന്റ്സിന്റെയും പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ, സീഡ് ഡിസ്പേഴ്സൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സീഡ് ഡിസ്പേഴ്സൽ നടന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോളിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ജനറേഷൻസ് ഉണ്ടാവാൻ പറ്റത്തില്ല. അപ്പൊ അത് മൊത്തത്തിൽ അഫക്ട് ചെയ്യാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഈച്ച് ആൻഡ് എവറി ഓർഗാനിസംസ് ആർ ഇന്റർലിങ്ക്ഡ്. ഓരോ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. വി ആർ ഡിപ്പെൻഡന്റ് ഓൺ സോ മെനി ലിവിംഗ് ആസ് വെൽ ആസ് നോൺ ലിവിംഗ് തിങ്സ് ഇൻ അവർ എൻവയോൺമെന്റ്. ദസ് these minor changes, even the air quality of certain particular places that affect the entire ecosystem. അത് അതിന്റെ ഇഫക്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലേസിലായിരിക്കത്തില്ല. ദാറ്റ് മേ അഫക്ട് ദ ഗ്ലോബലി. സോ ദ ഫ്ലൂറൈഡ് ആൻഡ് ഹെവി മെറ്റൽസ് can accumulate in the soil levels that are toxic to soil invertebrates. നമുക്കറിയാം ക്രസ്റ്റേഷ്യൻസ്, അതുപോലെ തന്നെ മൊളസ്കിൻസ്, ഇതുപോലുള്ള പല ഓർഗാനിസംസ്, ഈ ഓർഗാനിസംസിനെയൊക്കെ ഇത് അഫക്ട് ചെയ്യും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതൊക്കെ സോയിലിൽ കാണുന്നതല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടറിൽ കാണുന്നതല്ലേ, പിന്നെ കടലിന്റെ അടിത്തട്ടിൽ കാണുന്നതല്ലേ, എന്നിട്ട് എങ്ങനെയാണ് ഈ പ്രദേശത്തെ എയർ പൊല്യൂഷൻ ഇതിനെ അഫക്ട് ചെയ്ത് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇന്റർ ലിങ്കേജ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഒന്നിനെ എന്തെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്യപ്പെട്ടാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റു പല ഓർഗാനിസംസിനെയും അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാം. ദാറ്റ് ഈസ് അബൌട്ട് ദ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഓൺ ആനിമൽസ്. Then air pollution control measures. The control measures are mainly the sulfur dioxide emission, the control of oxides of nitrogen emission, and the control of soot and dust emission. We are using different kinds of control measures such as installation of the flue gas, desulfurization facilities, use of high quality fuels, improvement of combustion, then combustion methods, installation of flue gas, denitrification facilities in the case of oxides of nitrogen, and the use of high quality fuels, installation of electrostatic precipitates for the control of dust emissions. This is a national air quality, ambient air quality standard. നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ എയർ ക്വാളിറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് സൾഫർ ഡൈ ഓക്സൈഡോ നൈട്രജൻ ഡയോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഇങ്ങനെ ഓരോന്നിനും അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവേണ്ട ഒരു നോർമൽ കോമ്പോസിഷൻ ഉണ്ട്. അതിനേക്കാൾ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ പൊല്യൂഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. Then this is a air quality index. The air quality index levels of health concern, it consists of 0 to 50 air quality index വന്നു കഴിഞ്ഞാൽ അത്
comparatively good in air quality. Air quality is considered as a satisfactory, and air pollution poses little or no risk. That's 0 to 50 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത്. Moderate എന്ന് പറഞ്ഞാൽ 51 to 100 ആണ് water quality index എന്നുണ്ടെങ്കിൽ air quality acceptable ആണ്. However, for some pollutants there may be a moderate health concern for very small number of people who are unusually sensitive to air pollution. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ cardiac problems, അതുപോലെ തന്നെ respiratory disorders, പിന്നെ vulnerable ആയിട്ടുള്ള population, pregnant ladies, അതുപോലെ children, and people who are the age more than 70 or 80 years, they are the most susceptible or vulnerable population. So the vulnerable population. Then coming to the unhealthy or sensitive groups, that is 101 to 150 വന്നു കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നോക്കി അൺഹെൽത്തി ആയിട്ടുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആയിരിക്കും അവിടെ നമ്മൾ കാണുന്നത്. Then 151 to 200, that is also unhealthy. 200 to 300 very unhealthy, and hazardous 301 to 500 is considered as the hazardous. Health warning of emergency conditions, the entire population is more likely to be affected because of this air quality index. This is the standard calculation of air quality index. Then compare the air quality standards, so air quality ranking in different cities of the world. In Mumbai in India, which is coming under the first rank, the major city with very adverse air pollution standards. Then the Jakarta in Indonesia, Lahore in Pakistan. There are the countries with the air quality standards. Here there are some cities with the different air quality standards. The worst is our country, and here the India has the most polluted cities on earth. നമുക്ക് അഭിമാനിക്കാമോ എന്ന് ചോദിക്കാവുന്ന ഒരു സംഗതിയാണ്. അഭിമാനിക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലും അല്ല, അല്ലെ? നമ്മുടെ ആവറേജ് ആയിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ പൊല്യൂഷൻ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റീസ് എല്ലാം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ കൂട്ടത്തിലാണ്. ലോകത്തിലെ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ കാറ്റഗറിയിലാണ് നമ്മുടെ ഇന്ത്യൻ സിറ്റീസ് പലതും വരുന്നത്. പല സോഴ്സസ് നമുക്കറിയാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ എമിഷൻസ്, വെഹിക്കുലർ എമിഷൻസ്, forest fire. These are the different sources. And coming to the anthropogenic impact, then how the humans which contribute the air pollution, the burning of fossil fuels is the main cause of anthropogenic. Then human impacts are changing the composition of the atmosphere. നമ്മൾ നോക്കി ഭൂമിയുടെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്, അല്ലേ? ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആസിഡ് ഡിപ്പോസിഷൻ, ഡ്രൈ ആസിഡ് ആൻഡ് ആസിഡ് റെയിൻ, sulfur and nitrogen oxides, coal burning power plants, factories, vehicles, fertilizers, etc. And this is a pictorial representation of the acid rain. See, the oxides of nitrogen, oxides of sulfur, which are released by the factories, and that may combine with the water vapor in presence of sunlight. They form sulfuric acid, nitric acid, etc. And which fall down by rain, and so are flowing through the surface water, and that is simply called acid rain. This is the impact of acid rain. See how it affects the forest. The effects of acid rain on aquatic ecosystems and fauna. നമ്മൾ നേരത്തെ പറഞ്ഞ ocean acidification, pH ചേഞ്ച് ചെയ്യുന്നു, അസിഡിക് ആയിട്ട് മാറുന്നു. അതിന്റെ ഫലമായിട്ട് അക്വാട്ടിക് ഫോണ, അതായത് നമ്മുടെ ഫിഷസിന്റെ പോപ്പുലേഷനെയൊക്കെ അഫക്ട് ചെയ്യാം. Then the effects of acid rain on monuments, നമ്മുടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പല സ്മാരകങ്ങൾ, താജ്മഹൽ പോലെയുള്ള പല മൊണുമെന്റ്സിനെ അത് അഫക്ട് ചെയ്യുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർബിൾ പ്രതിമയായിരുന്നു അത്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഇത് ആസിഡ് റെയിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ്, നമ്മുടെ വളരെ ഗ്രീനറി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ, അതിന്റെ അവസ്ഥ നോക്കുക. ഇതെല്ലാം ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. Then coming to the ozone thinning. In response to the skin cancer, നമ്മൾ നേരത്തെ സ്കിൻ ക്യാൻസറിനെ കുറിച്ച് അതിന്റെ പിക്ചർ കണ്ടിരുന്നു. അവിടെ കാറ്ററാക്ടിന്റെ പടം കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റം, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ വളരെ മൈന്യൂട്ട് ആൻഡ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണെന്ന് പറഞ്ഞു, അല്ലേ? അതിനെ വരെ ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഓസോൺ ഡിപ്ലേഷന്റെയും ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ എയർ പൊള്യൂട്ടൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യാം. കമ്മിങ് ടു ദ മോൺട്രിയൽ പ്രോട്ടോകോൾ, ഈ പറഞ്ഞ ഓസോൺ ഡിപ്ലീറ്റിംഗ് ഗ്യാസസിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് ഗ്യാസസിന്റെ റിഡക്ഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ട്രീറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ
It is an international treaty designed to protect the ozone layer and is signed 26th August 1987. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു September 16th is considered as the വേൾഡ് ഓസോൺ ഡേ ആയിട്ടാണ്. നമ്മൾ പല സെമിനാറുകളും സിമ്പോസിയങ്ങളും ഓസോണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നടത്തുന്നതാണ് ഓസോൺ ഡേ എന്ന് പറയുന്നത്. അപ്പൊ അത് നിലവിൽ വന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. These are the difference in ozone hole in 2 seasons, September 2006 and September 2020. See the difference? Here we can see, നമ്മൾ നേരത്തെ ഒരു ഗ്രാഫിനകത്ത് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനിലുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് 1880 to 2000 ഒരു ചേഞ്ച് ഞാൻ കാണിച്ചിരുന്നു അല്ലെ. അതിന് സിമിലർ ആയിട്ട് ഇതാ നോക്കി, ഹിയർ there is a global temperature change, global variation temperature from 1880 to 2020. See, there is a drastic change in temperature from there is an increase from 0.2 to 1 degree Celsius increase. See, that 1 degree, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും 1 degree Celsius അല്ലേ ഇൻക്രീസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊരു പക്ഷേ നമ്മുടെ ആസ് എ ലേമൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കും. എങ്കിലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഓർഗാനിസംസ് ഉണ്ട്. അതിന് നമ്മള് എന്താണ് നമ്മള് സ്റ്റീനോ തെർമൽ ആനിമൽസ് എന്നൊക്കെയാണ് നമ്മൾ സയന്റിഫിക്കലി പറയുന്നത്. യൂറീസ് തെർമൽ, സ്റ്റീനോ തെർമൽ എന്നൊക്കെയുള്ള പേരുകളാണ് അറിയപ്പെടുന്നത്. അതൊരു വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് പോലും വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസിനെ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു 1 to 2 degree, ഈവൻ 1 to 2 degree ടെമ്പറേച്ചർ ചേഞ്ച് പോലും. This is the world's top emitters of carbon dioxide. ചൈന, US, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, റഷ്യ. നമ്മളെല്ലാം എപ്പോഴും ഇതിനകത്തെല്ലാം നമ്മൾ ഫസ്റ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം പുറകോട്ടൊന്നുമല്ല ഇൻ കേസ് ഓഫ് എമിഷൻസ് ഓൾസോ. Then coming to the Kyoto Protocol, this is also നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ പറഞ്ഞതുപോലെ, here the Kyoto Protocol is an international treaty which extends the 1992 United Nations framework on Convention on Climate Change to reduce the greenhouse gas emission. നമ്മൾ നേരത്തെ പറഞ്ഞ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനായിരുന്നു? ഓസോൺ എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യാനായിരുന്നു. എന്നാൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യാനായിരുന്നു. ദീസ് ആർ ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് വിച്ച് ഇസ് കമ്മിങ് അണ്ടർ ദ ക്യോട്ടോ പ്രോട്ടോകോൾ. HFC, the hydro fluorocarbons, then the sulfur hexafluorides, CF6, nitrogen oxides, perfluorocarbons, carbon dioxide, methane. These are the major greenhouse gases. Here, according to the Kyoto Protocol, we are bound to reduce the emission of these particular gases. And these are the causes as well as the effects. The forest fire. Whenever the temperature increases, that results in forest fire, then the melting of glaciers as well as the polar ice caps. Here the melting of glaciers, and as a result the sea level may rise. Then coming to the present situation, the lockdown. See how the lockdown affected the emission levels. According to some studies, recent studies, there is an improvement in the air quality standards. നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് അല്ലെ. പിന്നെ കൊറോണ വന്നതുകൊണ്ടുള്ള ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് നമ്മുടെ പല സിറ്റീസിലെയും പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള പല നമ്മൾ ഓക്സിജൻ പാർലറിൽ തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ റിഡക്ഷൻ ഇൻ പിന്നെ ഈ പറഞ്ഞ പൊല്യൂട്ടൻസിന്റെ പാർട്ടിക്കുലേറ്റ് PM10 51.84% റിഡക്ഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. PM2.5 53.11% റിഡക്ഷൻ സംഭവിച്ചു എന്നാണ്. അതായത് ട്രാഫിക് കുറഞ്ഞു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ എമിഷൻസും വളരെ ഗണ്യമായ തോതിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലോക്ക്ഡൌണിൽ ഉണ്ടായ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. അതായത് ലക്നൗ ആൻഡ് ഡൽഹി രണ്ട് ഇന്ത്യയിലെ മേജർ സിറ്റീസിൽ ഉണ്ടായ ചേഞ്ചസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് പലതും പൂർ ആൻഡ് അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്നും ഗുഡ് ആസ് വെൽ ആസ് ദ മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. And the major initiatives taken for the air quality control in India, the development of clean technology of pollution prevention technologies. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ശക്തിസ്ഥല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ്. 2000 മെഗാവാട്ടിൻ്റെതാണ് ഇത്. അതുപോലുള്ള നമ്മൾ ഈ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള പല എനർജി സോഴ്സുകൾ പ്രത്യേകിച്ച് സോളാർ, വിൻഡ് ഇതുപോലുള്ള ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ ലെവൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. There is a program, ജെയിൻ ലങ് എന്ന് പറയുന്ന ഒരു എയർ പൊല്യൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാനുള്ള ഒരു ക്യാമ്പയിനിങ് പ്രോഗ്രാമാണിത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലങ്സിന്റെ അതേപോലെ തന്നെ അതിന്റെ വലിയ വലുപ്പത്തില് ഈ പറഞ്ഞ ലങ്സിന്റെ
സ്ട്രക്ചറും അതുപോലെ തന്നെ വലിയ എയർ ഫാൻസ് ഉപയോഗിച്ചിട്ട് എയറിനെ അകത്തേക്ക് എടുക്കുന്നത് പോലെയുള്ള ഒരു സക്കിംഗ് മെക്കാനിസം ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ എല്ലാവർക്കും കാണത്തക്കോണം ഇത് അറേഞ്ച് ചെയ്യുന്നു. ഇതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം, അതായത് ഈ വൈറ്റ് കളറിൽ താഴത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വൈറ്റ് കളറിലുള്ളത് ബ്ലാക്ക് കളറിലേക്ക് മാറിയിരിക്കുന്നതാണ് അല്ലെ. ഏതാണ്ട് ഒരു 6 ദിവസം കൊണ്ടാണ് ഈ ഒരു വലിയൊരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. ഈ വൈറ്റ് കളറുള്ള ലങ്സ് ബ്ലാക്ക് കളറിലേക്ക് വന്നിരിക്കുന്ന ഒരു 6 days ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്ന നമ്മുടെ ലങ്സ് അകത്തായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലെ. എന്തോരം വലിയ പിന്നെ ഇഫക്റ്റ് ആണ് നമ്മുടെ ലങ്സിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് ആൾക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു മൂവ്മെന്റ് ആണ്. Then coming to the control of air pollution, the air pollution can be minimized by following methods: siting of industries after the proper environmental impact assessment studies, then using a low sulfur coal in industries, removing sulfur from coal, removing oxides of nitrogen during the combustion process, removing particulate from stock exhaust gases, vehicular pollution reduce ചെയ്യുക, oxides of nitrogen emission കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്ലാന്റിംഗ് ഓഫ് മോർ ട്രീസ് എക്സെട്ര. And that can be summarized and maintenance and service of vehicles regularly. നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. കാരണം എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ ഒരു പിന്നെ സർവീസിങ്ങും മെയിൻ്റെനൻസ് ഒന്നും നടത്താത്തതുകൊണ്ടാണ്. അതുപോലെ യൂസ് ഓഫ് സ്ക്രബേഴ്സ് ഇൻ ഫാക്ടറീസ്. സ്ക്രബേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്. ദ പ്രിവെൻഷൻ ഓഫ് ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റസ്, replanting also reduces the air pollution. These are the different mitigation methods. Sustainable development, international conventions and treaties, national and international funds for eco-development, eco-conventions, new technologies, recycling, the lower combustion, lower transboundary emissions, lower emissions, etc. The mitigations for air pollution. These are some general mitigation measures. We are familiar about these. The prevention of air pollution by natural mechanisms such as a dispersal. നമുക്കറിയാം കാറ്റടിക്കുമ്പോഴത്തേക്കും ഈ ഡസ്റ്റ് ഒക്കെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ചെതറി പോകുന്നതാണ് അല്ലെ, ഡിസ്പേഴ്സ് ചെയ്ത് പോകും. Then the settling, കുറച്ച് ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് നമ്മൾ താഴേക്ക് മണ്ണിലേക്ക് താഴാം. Then the absorption by moisture of rain, and the artificial mechanisms for controlling the pollution at a source using the gravitational settling chambers, centrifugal separators, scrubbers, back filters, electrostatic precipitators, ഇങ്ങനെയുള്ള പല കൺട്രോൾ ഡിവൈസസ് നമ്മൾ ഈ സോഴ്സിൽ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് ടോൾ ചിമ്മിനീസ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഗ്രീൻ ബെൽറ്റ്, ഇതൊക്കെയാണ്. These are some equipments industries for controlling the air pollution. Electrostatic precipitators, cyclone precipitate separator, fabric filters, wet scrubbers, etc. Then planting of more trees, that is simply called a green belt, shrubs, grasses, etc. And the most important thing is enforcement of Air Pollution Control Act, that is in 1981. Air Prevention and Control of Pollution Act came into force from 16th May 1981 by the Government of India. The major objective is to provide for prevention, control and abatement of air pollution in order to preserve the quality of air, to formulate the standards for quality of air. നമ്മുടെ ഭാരതത്തിന്റെ ഇന്ത്യയിലെ എയർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ, എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് 1981 നിലവിൽ വന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നമ്മൾ ഒരുപാട് കേൾക്കുന്ന നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 2010 ഇത് എനാക്ട് ചെയ്തത്. It was an act of Parliament of India which enables the creation of special tribunal to handle the expeditious disposal of the cases pertaining to environmental issues. നമ്മുടെ പരിസ്ഥിതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അത് October 18, 2010 അത് പിന്നെ ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. And the objective is to provide a specialized forum for effective and speedy disposal of cases pertaining to environmental protection, conservation of forest, and for seeking compensation for damages caused to people or property due to violation of environmental law or conditions specified while granting permissions. പേപ്പർ വായിക്കുന്നവർക്കറിയാം, വിശാഖപട്ടണത്തുണ്ടായ സ്റ്റെർലിൻ ഗ്യാസിന്റെ ലീക്കേജ്, അതിന്റെ ഫലമായിട്ട് കുറെ ആൾക്കാർക്ക് അപകടം സംഭവിച്ചു അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ MIC മീഥൈൽ ഐസോസൈനൈഡ് യൂണിയൻ കാർബൈഡ് ഫാക്ടറി എന്ന് റിലീസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഭോപ്പാൽ ട്രാജഡി കേട്ടിട്ടുണ്ടോ? അപ്പൊ അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ സമീപിക്കുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെയാണ് സമീപിക്കുന്നത്. അതിന് പല ഒരു സെൻട്രൽ സോണും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ബെഞ്ച്, ഈസ്റ്റേൺ സോൺ, വെസ്റ്റേൺ സോൺ, സതേൺ സോൺ എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയും ഇതുമായിട്ടനുബന്ധിച്ച്, അതായത് പിന്നെ നമുക്ക് ഈ നിയമങ്ങളുടെയൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുന്നതാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, വാട്ടർ പ്രിവെൻഷൻ
and Cess Act 1977, Forest Conservation Act 1980, Air Pollution and Control of Pollution Act 81, Environmental Protection Act 86, and the Public Liability Insurance Act 1991, Biological Diversity Act 2002. ഇതെല്ലാം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഗ്രീൻ ബെഞ്ച് എന്ന് പറയുന്ന ഒരു ബെഞ്ച് നമ്മൾ Supreme Court of India has directed all the High Court of India to set up a green bench to deal environmental affairs. അത്രയും വരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഇനി ഇൻഡസ്ട്രീസിന്റെ കാറ്റഗറീസ് നോക്കിയാൽ റെഡ്, ഓറഞ്ച്, ഗ്രീൻ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റെഡ് ഹൈലി പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓറഞ്ച് മോഡറേറ്റ്ലി പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസും, ഗ്രീൻ ആണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് ഇൻഡസ്ട്രീസ് ഓർ പ്രോസസ്സസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ദി റെഡ് ഓർ ഓറഞ്ച് കാറ്റഗറി ആണ്. നോട്ട് ജനറേറ്റിംഗ് മച്ച് എഫ്ലുവൻസ് ആണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പെനാൽറ്റീസ് വളരെ ചെറിയ പെനാൽറ്റീസ് ആണ് ഇതിനുള്ളത്. ഏതാണ്ട് ഇംപ്രിസൺമെന്റ് ഓഫ് പീരീഡ് ഓഫ് 3 months ഓർ ഫൈൻ അപ് ടു 5,000 ആണ് ഇതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. വയലേഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1,000 rupees ആണ് ഇതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി മേജർ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ഓഫ് എയർ പൊല്യൂഷൻ കൺട്രോൾ ഇന്ത്യ എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ഓഫ് വെഹിക്കുലർ ടെക്നോളജി. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് BS6 എഞ്ചിൻ അല്ലെ. വാഹനങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾ ശ്രദ്ധിക്കുന്നവർക്കാന്നെ അറിയാം. BS6 ഒക്കെ നമ്മുടെ വാഹനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഡൽഹിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ CNG ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ വാഹനങ്ങളാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 4-stroke എഞ്ചിൻസിലേക്ക് നമ്മൾ മാറുന്നു. വിത്ത് ലെസ് എമൗണ്ട് ഓഫ് സൾഫർ കണ്ടന്റ് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുക. That is about the coming to the second. Next part is the plastic pollution. It's a very small section. Plastic pollution നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഒരു വെയിൽ നോക്കി അതിന്റെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. The plastics which are of 2 different types, thermosets and thermoplastics. Thermosets cannot be softened after being exposed to heat or pressure. Polyurethane plastics, alkyl, epoxy ester, melamine, formaldehyde, polyurethane ഇതൊക്കെ വരുന്നത് thermoplasticsനകത്താണ് വരുന്നത്. Thermoplastics can be softened again and remade by the action of heat or pressure. Vinyl plastics ഒക്കെ അതിനകത്താണ് വരുന്നത്. ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്സിനെ ഡിവൈഡ് ചെയ്ത് തെർമോസെറ്റ്സ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് പോളിയെത്തിലീൻ, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ് PVC നമ്മൾ പറയത്തില്ലേ, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, പോളിപ്രൊപ്പിലീൻ, പോളിസ്റ്റെറീൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് അക്വാട്ടിക് ഓർഗാനിസംസിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് മനുഷ്യനാണെങ്കിലും മറ്റ് ആനിമൽസിനാണെങ്കിലും ബർത്ത് ഡിഫക്ട്സ്, ക്യാൻസർ വരെ ഉണ്ടാവാം, ഡാമേജ് ടു നെർവസ് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അഡ്വേഴ്സ്ലി അഫക്ട് ദ ബ്ലഡ് ആൻഡ് കിഡ്നി. ബെൻസിൻ ആൻഡ് വിനൈൽ ക്ലോറൈഡ്സ് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജൻസ് എന്നാണ് നമ്മൾ പറയുന്നത്, ക്യാൻസർ കോസിംഗ് കെമിക്കൽസ്. നമ്മൾ ക്യാരി ബാഗ്സ്, നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്ത് സാധനവും ഓരോ പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗിലാണ്. ഇടയ്ക്ക് വലിയ ൊക്കെ വന്നപ്പോഴത്തേനും കുറെയൊക്കെ ഫൈനും പെനാൽറ്റിയും പ്രശ്നങ്ങളൊക്കെ വന്ന് പോലീസ് പിടിക്കുന്ന അവസ്ഥയൊക്കെ വന്നപ്പോൾ നമ്മളത് കുറച്ച് എല്ലാവരും ഓരോ സഞ്ചിയും കൊണ്ടൊക്കെ പോകാൻ തുടങ്ങിയത് അല്ലെ. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ത്രോ എവേ കൾച്ചറാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. സാധനം മേടിക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക. അത് നമുക്കറിയാം പബ്ലിക് സീവേജ് സിസ്റ്റത്തിൽ നമ്മൾ ഡ്രെയിനേജിനെയൊക്കെ വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട്. ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു. അൺഹെൽത്തി എൻവയോൺമെന്റ് റിസൾട്ടിംഗ് ഇൻ ഹെൽത്ത് ഹസാർഡ്സ്, സ്പ്രെഡ് ഓഫ് ഡിസീസസ്, ഫ്ലഡ് ഇൻ അർബൻ ഓർ സീവേജ് സിസ്റ്റം, ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഓഫ് മോസ്കിറ്റോസ്. നമുക്കറിയാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിലേക്ക് ഇപ്പോൾ മഴക്കാലം കൂടെയാണ്, വെള്ളം കെട്ടിയെന്ന് കൊതുക് മുട്ടയിട്ട് മോസ്കിറ്റോസിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് മാറുന്നു. ലിറ്ററിംഗ് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ. നമ്മുടെ പറമ്പിലൊക്കെ ഇത് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അതുപോലെ അവിടെ കിടപ്പുണ്ട്. അതിന്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ പെനിട്രേറ്റ് ചെയ്യാതെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അല്ല, വാട്ടർ ലെവലിനെ റെഡ്യൂസ് ചെയ്യുന്നു, സോയിലിന്റെ ക്വാളിറ്റി ഡിറ്ററേറ്റ് ചെയ്യുന്നു. അനിമൽസ് ഒക്കെ പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം കെമിക്കൽസ് യൂസ് ടു കിൽ ദ പെസ്റ്റ് ആണ്, ഇൻക്ലൂഡിംഗ് ഇൻസെക്ട്സ്, റോഡൻസ്, ഫംഗി ആൻഡ് അൺവാണ്ടഡ് പ്ലാന്റ്സ്. Is used in public health to kill the vectors diseases such as mosquitoes and agriculture to kill the pests that damage the crops. The Food and Agriculture Organization has defined pesticide as any substance or mixture of substances intended for preventing, destroying or controlling any pest, including vectors of human or animal diseases, unwanted species of plants or animals, causing harm during or otherwise interfering with the production, processing, storage, transport or marketing of food,
agricultural commodities, wood and wood products, or animal feedstuffs or substances that may be administered to animals for the control of insects. Insects, arachnids, or other pests on their bodies. അതിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡിന്റെ ഒരു ജനറൽ ഡെഫിനേഷൻ ആണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAOയുടെ ഡെഫിനേഷൻ ആണ് ഞാൻ ഈ വായിച്ചത്. The pesticides can be grouped by the types of they kill. Insecticides, insects ne കൊല്ലുന്ന, herbicides, plants ne herbs എന്നതാണ് plants ആണ്. Rodenticides, rodents ne mice, bactericides, bacteria, fungicides, fungi, larvicides, larvae. Based on how they biodegradable they are, the pesticides can be considered as is a very important biodegradable. എന്ന് വെച്ചാൽ biodegradable എന്ന് പറയുന്നതാണ് degrade ചെയ്യുന്നതാണ് അല്ലേ. The biodegradable kind is those which can be broken down by microbes and other living beings into harmless compounds. Persistent എന്ന് പറഞ്ഞാലോ നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച്, while the persistent ones are those which may take a months or years to break down. മാസങ്ങളോ വർഷങ്ങളോ എടുത്താൽ മാത്രം ഡീഗ്രേഡ് ചെയ്യുന്നതാണ് persistence. Chemically related pesticides are organophosphates, is highly dangerous. Then the carbamates, organochlorine pesticides, then the pyrethroids, sulfonylene herbicides, biopesticides. These are the different chemical pesticides. The chemical pesticides examples ആണ് നമ്മൾ പറഞ്ഞത്. Biopesticides, biochemical pesticides, plant incorporated pesticides, chemical pesticides. ബെനിഫിറ്റ്സ് നമുക്ക് എന്താണ്? കൺട്രോൾ ഓഫ് പെസ്റ്റ് ആണ് നമുക്കറിയാം. ഡെഫിനറ്റ്ലി കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ ക്രോപ്പ് പ്രൊഡക്ഷൻ. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ there may be cycle that is called pesticide cycle. ഇത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നശിക്കുന്നില്ല. വാട്ട് ഹാപ്പൻ ടു ദ കെമിക്കൽസ് ഇൻ ദ എൻവയോൺമെന്റ് ആഫ്റ്റർ ആപ്ലിക്കേഷൻ, അത് നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സംഗതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെസ്റ്റിനെ കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയായി അല്ലേ. പക്ഷെങ്കിൽ particular chemical may persist or that may enter into the ecosystem and have a long duration, long lifespan, and that may exist even after our death. These are the toxic chemicals which are released into the environment. This is endosulfan, then we can summarize the possible side effects of pesticides as cancer, endocrine complications, infertility and sterility, brain damage, respiratory disorders, organ failure, skin irritation. Long-term effects are cancer, neurological disorders, reproductive defects, fertility defects, dermatitis, diabetes, etc. പ്ലാന്റ്സിലാണെങ്കിൽ നമ്മുടെ പോളിനേറ്റേഴ്സിനെ നശിപ്പിക്കുന്നു, അതുപോലെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നു, പ്ലാന്റ്സിന് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. അനിമൽസിനെ അഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെസ്റ്റിസൈഡ്സിനെ റെഡ്യൂസ് ചെയ്യുക, മാക്സിമം എമൗണ്ട് കുറച്ച് മാത്രം യൂസ് ചെയ്യുക. പറ്റുന്നെങ്കിൽ ഏറ്റവും ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലാസ്റ്റ് പാർട്ട് റേഡിയോളജിക്കൽ എമർജൻസീസ് ആണ്. റേഡിയേഷൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ഫിസിക്കൽ പൊല്യൂഷൻ ആണ്. ലിവിംഗ് ഓർഗാനിസംസിനെ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നു. നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒന്നെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പല മൈനിങ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഓഴ്സോ, അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, പവർ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ്, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. What is radioactive contamination? A person is externally contaminated if radioactive materials on the skin or clothing. അതുപോലെ തന്നെ ഇന്റേണൽ കണ്ടാമിനേഷൻ ബ്രീത്തിങ്ങിന്റെ ഫലമായിട്ട് swallowing or absorb wounds. ഇനി അതുപോലെ എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ ഉണ്ട്. റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ഈസ് സ്പ്രെഡ് അബൌട്ട് ഓർ അൺകൺഫൈൻഡ്. പർട്ടിക്കുലർ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥലം വഴി, അത് വളരെ എയർ വഴിയോ വാട്ടർ വഴിയോ സോയിലൂടെയോ ഒക്കെ സ്പ്രെഡ് ചെയ്താൽ അത് എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ എന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ എമർജൻസീസ് എപ്പോഴും ഉണ്ടാവുന്ന നമുക്കറിയാം ഡിസാസ്റ്റർ സിറ്റുവേഷനിലാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ ആക്സിഡന്റ്സ്, നമ്മൾ കഴിഞ്ഞ ഫുക്കുഷിമയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. 3 മൈൽ ഐലൻഡ്സിനെ കുറിച്ചും ചെർണോബിൽ എക്സ്പ്ലോഷനെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ട് കാണും. So these are the ionizing radiations, the pictorial representation, alpha, beta, gamma and neutrons. Types of radiation hazard, external radiation and internal radiation hazard ആണ്. പേര് പോലെ തന്നെ നമുക്കറിയാം. ബേസിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ടെക്നിക്ക് നമ്മൾ ഓർത്തിരിക്കുക. ടൈം,
റെസിസ്റ്റൻസ് ആൻഡ് ഷീൽഡിംഗ് എന്ന് പറയുന്ന 3 സംഗതികളാണ്. അതായത് ഇതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഏതൊക്കെ വേവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പേപ്പറിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്ന എത്ര ഉണ്ട്, കോൺക്രീറ്റിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്ന എത്ര ഉണ്ട്, ഏതൊക്കെ വേവ്സ് ആണ് എന്നതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് നോക്കി എക്സ്പോഷർ കൺട്രോൾ ബൈ ഷീൽഡിംഗ്. ആൽഫ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം. പ്ലാസ്റ്റിക് വരെ ആണെങ്കിൽ വേവ്സ് പെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ എക്സ്റേസ് ലെഡ് വരെ നിൽക്കുകയുള്ളൂ, അതിനപ്പുറത്തോട്ട് പോവുകയില്ല. ന്യൂട്രോൺ ആണെങ്കിൽ വളരെ തിക്കായിട്ടുള്ള കോൺക്രീറ്റ് തുളച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്തുകൊണ്ട് വളരെ തിക്കുള്ള കോൺക്രീറ്റിന്റെ പാളി കൊണ്ട് അതിനെ കവർ ചെയ്ത് നമ്മള് പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോഷേഴ്സ് പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്? ഡ്രിങ്കിങ്, use of additional cautions with the potential sources of airborne radiations, no eating or drinking, smoking or potentially contaminated area. അപ്പോൾ നമ്മള് ഈ പിന്നെ റേഡിയോ ആക്റ്റീവ് പൊള്യൂട്ടൻസ് റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സംശയമുള്ള സ്ഥലത്ത് പോയി ആഹാരം കഴിക്കുക ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻസ് എടുക്കുക, കവർ, വൂണ്ട്, ഇതൊക്കെയാണ്. റേഡിയേഷൻ അക്യൂട്ട് എക്സ്പോഷർ ഉണ്ട്, ക്രോണിക് എക്സ്പോഷേഴ്സും ഉണ്ട്. അവർ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു തരത്തിലും റേഡിയേഷനകത്ത് കടക്കാത്ത രീതിയിലാണ്. ഇതൊരു കാർട്ടൂൺ റെപ്രസെന്റേഷൻ ആണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. റേഡിയോ ആക്റ്റീവ് എമർജൻസീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് ജീവികളെ അഫക്ട് ചെയ്യുന്നത് എന്നാണ്. ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ് ഡെഫിനറ്റ്ലി. ഇനി ബയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് റേഡിയേഷൻ എടുത്ത ഏർലി ഇഫക്റ്റ് ഉണ്ട്, ഒക്കറിംഗ് ടു ദ ഇൻഡിവിജ്വൽ, ലേറ്റർ ഇഫക്റ്റ് ഒക്കറിംഗ് ടു ദ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഓൺ ദി ഓഫ്സ്പ്രിങ്സ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ആറ്റം ബോംബിന്റെ ഇഫക്റ്റ് ഇപ്പോഴും തലമുറകൾക്ക് ശേഷവും അവിടെ ആൾക്കാർക്ക് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അത് ലേറ്റർ ഇഫക്ട്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓഫ്സ്പ്രിങ്സിനെ അഫക്ട് ചെയ്യുക. ഇനി ഈ വേസ്റ്റുമാണ് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് becomes tomorrow's e-waste. Today's electronic gadgets are tomorrow's e-waste. ടൺ കണക്കിന് ഈ വേസ്റ്റുകളാണ് നമ്മൾ ഓരോ ദിവസവും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ തന്നെ ഈ വേസ്റ്റിന്റെ റിലീസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികമാണ് ഇവിടെ ഈ വേസ്റ്റിന്റെ റിലീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പല റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ എമിഷൻ ലെവൽസ് കുറയ്ക്കാൻ പറ്റും. അതിന് നമുക്ക് സോളാർ പാനൽസോ വിൻഡ് എനർജീസോ അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ബയോമാസ് പോലെയുള്ള പല ജിയോ തെർമൽ എനർജി ഇതുപോലുള്ള പല സോഴ്സ് ഓഫ് എനർജി നമുക്ക് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നിലവിലുള്ള വെഹിക്കുലർ സിസ്റ്റംസിൽ കുറെ ചേഞ്ചസ് വരുത്താം. അപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹൈബ്രിഡ് കാറുകളുടെ ഒരു യുഗമാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത് പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിന്റെ കൺസംഷൻ റേറ്റിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് എമിഷൻ ലെവൽസ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് റീസൈക്ലിംഗ്, റെഡ്യൂസിങ് ആൻഡ് റീയൂസിങ് ഓഫ് അവർ വേസ്റ്റ്, ദെൻ collection and proper collection and recycling of waste materials, then we must stop pollution. നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് അല്ലെ, we must stop pollution. Then but how? Here are some steps we can follow. First one, use alternative means of transportation. അല്ലെ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കാർ ഉപയോഗിക്കുന്നവരാണ്. ഒറ്റയ്ക്ക് നമ്മൾ കാർ ഓടിച്ച് പോകുന്നതിന് പകരമായിട്ട് നമ്മൾ കാർ പൂളിങ്ങിനെ കുറിച്ച് കേൾക്കത്തില്ലേ അല്ലെ. ഒരാള് പോകുന്നതിന് പകരം മാക്സിമം ആൾക്കാരെ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നവരെ കൊണ്ടുപോകാൻ പറ്റിയാൽ കാർ പൂളിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ മറ്റേ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൈക്കിള് അതുപോലുള്ള ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. ബൈ ലോക്കൽ ഫുഡ്സ് ആൻഡ് അവോയ്ഡ് ഫാക്ടറി ഫാർംഡ് മീറ്റ്. നമ്മൾ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ പാക്കേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് യുവർ വേസ്റ്റ്, നമുക്ക് മാക്സിമം നമ്മുടെ വേസ്റ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ ടിഷ്യൂ പേപ്പർ പോലും നമ്മൾ എന്തോരം അനാവശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പണ്ട് നമ്മൾ തൂവാല ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംസ്കാരം മാറിയിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ മേശപ്പുറത്ത് വലിയ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ വാഹനങ്ങളിലെല്ലാം ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ തൂവാല സംസ്കാരം മാറിയിട്ട് നമ്മളിപ്പോ ടിഷ്യൂ പേപ്പർ സംസ്കാരത്തിലോട്ട് മാറിയതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ അതുകൊണ്ട് എന്തോരം വേസ്റ്റ് ആണ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. റെഡ്യൂസ് യുവർ ഇലക്ട്രിസിറ്റി കൺസംഷൻ. ദെൻ പ്ലാന്റ്സിന് ആവശ്യമായിട്ട് പ്ലാന്റ്സിനെ നമ്മൾ ട്രീസിനെ പ്ലാന്റ് ചെയ്യുക. യൂസ് ഓഫ് ഫീവർ കെമിക്കൽസ്, വളരെ കുറച്ച് മാത്രം കെമിക്കൽസ്. നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം നമ്മുടെ റൂമുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഈവൻ ഷാമ്പു തൊട്ട് സോപ്പ് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു ദിവസം 100 കണക്കിന് കെമിക്കൽസ് ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. ദെൻ വാട്ടറിനെ കൺസർവ് ചെയ്യുക.
learn about the major pollutants in your area and tell your friend what you know. അതായത് നമുക്കുണ്ടാക്കുന്ന ഇഫക്ട്സ്, നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ്, നമുക്ക് ഇൻഡോർ പൊല്യൂഷൻ ആണ് പലപ്പോഴും പല ആസ്മയും അതുപോലുള്ള പല പ്രശ്നങ്ങളുടെയും നമ്മുടെ റെസ്പിറേറ്ററി സിൻഡ്രോംസിന്റെ എല്ലാം ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇൻഡോർ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ്. അപ്പൊ അത് എന്താണെന്ന് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ജോയിൻ എൻവയോൺമെന്റൽ ഗ്രൂപ്പ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഒക്കെ കൂടി കിടക്കണം. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, അതിന്റെ ഉപയോഗം കുറയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്ലീനപ്പ് പ്രോസസ്സിനകത്തോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ എൻവയോൺമെന്റിനെ ക്ലീനപ്പ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സോ ക്ലീൻ പീപ്പിൾ, ക്ലീൻ എൻവയോൺമെന്റ്, that is enough for our needs but not for everyone's greed. So thank you very much. Now there is a time for discussion. So if you have any questions or queries, you can ask to me directly or you can type in the chat box. Sir. Okay, dear students, if you have any doubt, you can ask Brilliant sir. Yeah, that is a very good question. EIA draft 2020. ഞാൻ EIA ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പം EIA ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നമുക്ക് നേരത്തെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ നിന്ന് കുറേ ഡയലൂഷൻസ് വരുത്തിക്കൊണ്ടാണ് പുതിയ EIA ഡ്രാഫ്റ്റ് റിപ്പോർട്ട് 2020 കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമുക്ക് ഏതൊരു ഫാക്ടറി തുടങ്ങണമെന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പ്രകാരം നമുക്കൊരു ഫാക്ടറി തുടങ്ങി അതിന്റെ റണ്ണിങ് സ്റ്റേജിൽ നമ്മൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് മേടിച്ചെടുത്താൽ മതി. ഇനി സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിരിക്കട്ടെ, അങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു പെനാൽറ്റി അടച്ചതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യം ഉണ്ടായിരുന്ന പല പ്രോജക്റ്റുകളും എൻവയോൺമെന്റൽ ക്ലിയറൻസ് നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബിൽഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ 50,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് മാത്രം ക്ലിയറൻസ് ആവശ്യമുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ, നമ്മൾ ഏതൊരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിന് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് മുമ്പ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ആ പ്രദേശത്ത് താമസിക്കുന്ന ലോക്കൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വ്യൂസ് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ആശങ്കകളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയ ഉണ്ടായി. അപ്പൊ അത് നമുക്ക് ഒരു മാസത്തിന് മുമ്പുള്ള നോട്ടീസ് കൊടുത്തതിന് ശേഷം ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് ഒരു ഫൈനൽ ആയിട്ടൊരു ഡിസിഷൻ മേക്കിംഗ്, അതായത് ഈ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വേണോ വേണ്ടോ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞത് ഡയലൂഷൻ, അതിനകത്തും കുറെ അതിന്റെ ഡേറ്റ് കുറച്ച് 20 days ആക്കി മാറ്റി, മറ്റ് ഇലക്ട്രോണിക് ആയിട്ടുള്ള മറ്റേതെങ്കിലും മാർഗങ്ങൾ തേടാവുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ആർക്കും ഏത് ഇൻഡസ്ട്രിയും, കാശുള്ള ആർക്കും ഏത് ഇൻഡസ്ട്രിയും എവിടെ വേണേലും തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഈ ഡ്രാഫ്റ്റ് EIA റിപ്പോർട്ടിനെ ഇത്രത്തോളം ആൾക്കാർ എതിർക്കാനുണ്ടായ ഒരു കാരണം. നിർമ്മൽ ജോർജ് വർഗീസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മെബിൻ ജേക്കബ്, ഹൗ ടു റെഡ്യൂസ് ഇ വേസ്റ്റ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പം ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു പോളിസി യൂസ് ആൻഡ് ത്രോ പോളിസിയാണ് അല്ലെ. നമ്മളിപ്പോ നന്നാക്കി എടുക്കുന്ന ഒരു പരിപാടി ഒന്നുമില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെലിവിഷൻ സെറ്റ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടിയില്ല. കേടായി കഴിഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്യുക, എടുത്ത് ദൂരെ കളയുക, അത് അതിന് പകരം വേറെ പുതിയത് മേടിച്ച് വയ്ക്കുക. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതുപോലെ മൊബൈൽ ഫോൺസ് ആണെങ്കിലും അപ്പൊ കഴിവതും നമ്മൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം കാലം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റെഡ്യൂസ് ദ യൂസ്. ആവശ്യമുള്ളതും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഉപയോഗിക്കാതിരിക്കുന്ന എത്രത്തോളം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ ആണെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും അങ്ങനെ നമ്മൾ പേഴ്സണലി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഈവൻ നമ്മൾ ഇയർഫോൺസ്, ഒരാൾ തന്നെ 3-4 ഇയർഫോൺസ് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിന്റെ ആവശ്യമുണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൂട്ടാതിരിക്കുക, അതിന്റെ യൂസ് തന്നെ റെഡ്യൂസ് ചെയ്യുക. അത്യാവശ്യത്തിന് മാത്രം ഉള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ മാത്രമാണ് നമുക്ക് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
How can environmental sustainability and consumerism brought according to your views? It's a very good question, interesting question. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മളാണ് ഏറ്റവും പിന്നെ സമൂഹത്തിന് മാതൃകയാകേണ്ടത്. പ്രത്യേകിച്ചും നിങ്ങൾ കുട്ടികളാണ്, അടുത്ത തലമുറ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യുക, നമ്മുടെ ലൈഫിലൂടെ നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഫോഴ്സ് നമുക്കൊരിക്കലും, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നതിന് പരിമിതികൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാവുക, മറ്റുള്ളവരെ എന്നിട്ട് നമ്മളിലൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. Consequence of climate change is government or people, because nowadays the government barely give permissions in industries. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. അതിനകത്ത് നമുക്ക് പല കാലങ്ങളിലും വന്ന ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്, പല പോളിസീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെ അത് നമുക്ക് മറ്റു രാജ്യങ്ങളോടൊപ്പം എത്താനും നമ്മുടെ ഡെവലപ്മെന്റ്സിന് അന്ന് നമുക്ക് ഇത്രത്തോളം നമ്മൾ അവെയർ അല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അവെയർ ആയപ്പോഴത്തേക്ക് നമുക്ക് ഡെവലപ്മെന്റ്സ് വേണ്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡെവലപ്മെന്റ്സ് വേണം, പക്ഷെ അതിന്റെ എമിഷൻ ലെവൽസ് റെഡ്യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡെവലപ്ഡ് നേഷൻസ് ഏതെടുത്താലും അവിടെ നമ്മുടെ ഇവിടത്തിനേക്കാൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, പക്ഷെ ആൾക്കാർ വളരെയധികം അവെയർ ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന എമിഷൻ ലെവൽസും വളരെ കുറവാണ്. അപ്പൊ അതിന് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ കൺട്രോൾ മെഷേഴ്സ്, ഒരുപക്ഷെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ എമിഷൻ ലെവൽസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സും കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണ് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പോഴും പലതരത്തിലുള്ള ഈ സ്റ്റെർലിൻ പിന്നെ ട്രാജഡി പോലെ, ഗ്യാസ് ട്രാജഡി വിശാഖപട്ടണത്ത് സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ഭോപ്പാൽ ട്രാജഡി പോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചുകൂടായിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെയുള്ള ഒരു നമുക്ക് ലാഭം മാത്രം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മൾ തന്നെ അത് മാറണം. അതിനുവേണ്ടി ഗവൺമെന്റ് ഫോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇൻഡസ്ട്രീസിൽ നിന്ന് അവർക്കുള്ള ലാഭം കുറയും, പക്ഷേങ്കിൽ അത് എമിഷൻ സ്റ്റാൻഡേർഡ്സ് കുറയ്ക്കുകയും എൻവയോൺമെന്റിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് മാറുകയും ചെയ്യും. Okay. Anything more? Sir, there is one more question. Yes. From Normal George. Okay, sir. Okay, how can we make people aware of environmental protection? Environmental പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ പറയും അല്ലേ. അതുപോലെ നമ്മൾ സ്വയം റെഡ്യൂസ് ചെയ്യുക, ഈ പിന്നെ വേസ്റ്റിന്റെ എമിഷൻസ് കുറയ്ക്കുക. ഇപ്പൊ സപ്പോസ് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് മനസ്സിലാവും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പം ആ ക്ലാസ് എടുത്തത് ഒരു ഗവൺമെന്റിന്റെ ഒരു ബിൽഡിംഗ് ആണ്. ഗവൺമെന്റ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു 6 നിലയ്ക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഗവൺമെന്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. സ്ഥലം ഞാൻ പറയാം, അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഗവൺമെന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അന്ന് MSM കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ഇന്നൊരു സാറുണ്ട്. അപ്പൊ ആ സാറാണ് അത് ഓർഗനൈസ് ചെയ്തത്. അപ്പൊ സാറും ഞാനും കൂടെ ആ പിന്നെ ബിൽഡിങ്ങിലൂടെ വളരെ നന്നായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് മനോഹരമാക്കിയ ഒരു ബിൽഡിങ്, ലിഫ്റ്റ് ഒക്കെ വെച്ച ആദ്യത്തെ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. MSM കോളേജിന്റെ പ്രിൻസിപ്പളായ സാറും ഞാനും കൂടെ ഇതിന്റെ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ സർക്കാർ ബിൽഡിങ്ങിലേക്ക് ഒരുപാട് ഓഫീസുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഒരു ട്രഷറി ബിൽഡിങ്, അപ്പം ഇതിനകത്താണ് ട്രഷറിയുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാനും ഈ സാറും കൂടെ സ്റ്റെപ്പ് കയറി നടന്നു പോയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ട്രഷറിയിൽ പെൻഷനും മറ്റോ മേടിക്കാൻ വന്നതാണ്. അദ്ദേഹം മുറുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചവച്ച് ഇങ്ങനെ വരികയാണ്. ഈ സ്റ്റെപ്പ് കയറുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ മുമ്പേ പോവാണ്. ഈ മനുഷ്യൻ നേരെ ആ പെയിന്റ് അടിച്ച് സുന്ദരമാക്കിയ ആ ബിൽഡിങ്ങിന്റെ മൂലയിലോട്ട് ചെന്ന് ഈ മുറുക്കാനെല്ലാം കൂടെ ഒറ്റ തുപ്പം അതിന്റെ ഭിത്തിയിലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ നമ്മള് എന്താ ചെയ്യേണ്ടത് ആ ഒരു സിറ്റുവേഷനിൽ? അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളിത് ചെയ്യും. നമ്മുടെ സ്വന്തം വീട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ഇതുപോലെ മുറുക്കി ചോപ്പിച്ച് തുപ്പി വെക്കും. നമ്മൾ സ്വയം മാറുക, അതിലൂടെ മറ്റുള്ളവരെ മാറാനായിട്ട് പ്രേരിപ്പിക്കുക.
എന്നാൽ മാത്രമേ നമുക്ക് സ്വയം അവയർനെസ് വേണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അവയർനെസ് വേണം, അല്ലെങ്കിൽ ഞാൻ അതുപോലെ പ്രവർത്തിക്കണം. അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വെറും അതര വ്യായാമം മാത്രമേ ആവത്തുള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം മാറുക, മറ്റുള്ളവരെ മാറാൻ പ്രേരിപ്പിക്കുക. അപ്പൊ നമ്മൾ ഒരാൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പേര് മാറും, അവരെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ പേർക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെയാണ് രാജ്യത്തിന് മാറ്റം ഉണ്ടാവും. നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല ക്ലാസ് റൂമുകളിലും കയറുമ്പോഴത്തേക്കും ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ പിള്ളേരോട് പറയും, ആദ്യം ഈ ക്ലാസ് റൂം നിങ്ങൾ തന്നെ വൃത്തിയാക്കിയിടാം. ബുക്കിന്റെ പേപ്പർ വലിച്ചേറിയിടുക, പെൻസിൽ വെട്ടിയിടുക. ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സുകളിൽ പോലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമോ? നമ്മളിരുന്ന് പഠിക്കുമോ? അപ്പൊ നമുക്ക് വീട്ടിൽ അവയർനെസ് ഉണ്ട്, പുറത്ത് അവയർനെസ് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അല്ലേ? മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ പൊതുസ്ഥലത്ത് തുപ്പിയാൽ ഭയങ്കര ഫൈനാണ്. നമ്മൾ ഇവിടെ ആണെങ്കിലോ യാതൊരു നോട്ടവും ഇല്ലാതെ നമ്മൾ തുപ്പും. അപ്പം ഇതൊക്കെ അവയർനെസ് മാത്രമല്ല, അത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണം. അത് നമ്മുടെ അവയർനെസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ബോധം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചേഞ്ച് പോസിബിൾ ആകൂ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഈ പുതിയ ജനറേഷൻ, അതായത് നിങ്ങൾ വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങളുടെ സെന്റ് ഡൊമിനിക് കോളേജിന്റെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്കൊരു 100 മരങ്ങൾ നടാൻ സാധിച്ചാൽ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയ മാതൃകയാണ്. അപ്പൊ അത് കാണുന്ന മറ്റാൾക്കാർ, ഒരു 5% ആൾക്കാർ ഇത് പിഴുതു കളയണമെന്ന് പറയും, ബാക്കി 95% ആൾക്കാർ നിങ്ങളെ അനുകൂലിക്കുന്നവരുണ്ടാവും. അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം. നമ്മുടെ മാനസികാവസ്ഥ തന്നെ മാറണം. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോടൊപ്പം തന്നെ നമ്മുടെ മാനസികാവസ്ഥ മാറണം. നമ്മൾ ഒരാൾ മാറിയാൽ ഒരുപക്ഷെ 100 പേരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ.